ഓഫീസിൽ പോണില്ലേ? ഇന്ന് ഞാൻ പോണില്ല. എന്താ ഇന്ന് പോവാത്തെ? പോണില്ല തന്നെ. എന്താന്നേ കാര്യം പറ. ബോറടിക്കാണ്. ബോറടിക്കേ? എടി മണ്ടു, ആ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ എന്നും ഒരു ചീഞ്ഞ ചാള ഉണ്ടാവും. നല്ലൊരു മീൻ പോലും കിട്ടില്ല അവിടുത്തെ കാന്റീനിൽ. പിന്നെ എങ്ങനെ അവിടെ പോകും? നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണോ ജോലിക്ക് പോകുന്നേ? എന്തിനാ ജോലിക്ക് പോണത്? ശമ്പളം കിട്ടാം. ശമ്പളം കിട്ടുന്ന എന്തിനാ? തിന്നാ. വെറുതെ ഉഴപ്പല്ലേ. എനിക്ക് വ്യക്തമായിട്ടുള്ള കാരണം അറിയണം. എന്താ പോതെ? മണ്ടു, നിനക്ക് അറിഞ്ഞൂടെ? 2ാം നിലയിലാണ് എൻ്റെ ഓഫീസ്. ലിഫ്റ്റ് ഇല്ല അവിടെ. ആ സ്റ്റെപ്പ് കയറി പോകാൻ എന്നെ കൊണ്ട് വയ്യ. നിങ്ങൾക്ക് നടക്കാൻ വയ്യ. വെറുതെ ഇങ്ങനെ തിന്ന് 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 ഉപ്പുമാങ്ങ പറഞ്ഞ പോലെ ആയി. ഉപ്പുമാങ്ങ പറഞ്ഞോ? ഞാനോ? വെറുതെ അധ്വാനിച്ചുണ്ടാക്കുന്ന തടീനെ കുറ്റം പറയല്ല കേട്ടോ മണ്ടു. ദേട്ടാ, നിങ്ങൾ തമാശ കളിച്ചത് മതി. വന്ന് എണീറ്റ് ഞാൻ കൊണ്ടാക്കി തരാം ഓഫീസിൽ. വാ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. തമാശ കളിച്ചത് മതി. എണീറ്റ് അവിടുന്ന്. ഇനി അങ്ങോട്ട് പോവാൻ പറ്റില്ലാന്ന്. എന്താണ് പോയാല്? രാജിവെച്ച പിന്നെ എങ്ങനെ പോവാ? ഞാൻ രാജിവെച്ചു. രാജിവെച്ചാ? ആരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിച്ചിട്ടില്ല, ഞാൻ എന്നോട് ചോദിച്ചു. അപ്പൊ വെച്ചോളാൻ പറഞ്ഞു. നിങ്ങളെ കൊണ്ട് ഞാൻ തോക്കുള്ളൂ മനുഷ്യ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് തിന്ന് നിന്ന് വീർത്തോ വല്ല അസുഖം വന്ന് ചാവുള്ളൂ. ഒരു കുടുംബത്തിൽ 2 പേര് ജോലിക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല. നിനക്ക് ഭർത്താവ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ നോക്കിക്കോ, അതല്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. വന്നു. ആ ശ്യാമളോട് കൂട്ടുകൂടലും ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അവര് കൃത്യമായിട്ട് ജോലിക്ക് പോകണോണ്ടാണ്. അവർ ജോലിക്ക് പോകണ്ടല്ല, ഈ നീട്ടാണ് നാവ്. അവൾ ഉപദേശിച്ചാണ് നീ ഈ കോലത്തിലായത്. ശ്യാമളെ, സത്യശീലം പോയില്ലേ ഇന്ന്? ഞാൻ ഇന്നല്ല, ഇനി ഒരിക്കലും പോകുന്നില്ല. അയ്യോ, അതെന്ത് പറ്റി? ചേച്ചി രാജിവെച്ചെന്ന്. എന്തിന്? സ്റ്റെയർ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാജിവെച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല ചേച്ചി. ഇപ്പഴാ ഞാൻ അറിയണേ. സത്യശീല, നേരാണോ കേട്ടത്? എനിക്ക് പറ്റണ്ടേ, എനിക്ക് കയറി പോകാൻ പറ്റണില്ല, അതുകൊണ്ടല്ലേ. ഷോപ്പിനി എങ്ങനെ ജീവിക്കും? ജീവിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇവിളില്ലേ, എനിക്ക് ജോലിയില്ലേ, പിന്നെ അതാ പ്രൊമോഷനായി. അയ്യേ, ആണുങ്ങൾക്ക് ചേർന്ന വർത്താനാണോ സത്യശീല നിങ്ങൾ ഈ പറയണത്? പിന്നെന്താ? ഭാര്യമാരുടെ ജോലി കൊണ്ടാണോ ഭർത്താക്കന്മാര് കുടുംബം നോക്കേണ്ടത്? അതെ, ഭാര്യമാരുടെ ചെലവിൽ കഴിയുന്നത് ഒരു കുറച്ചിലാണെന്ന് കരുതുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ഞാൻ ആ ടൈപ്പല്ല, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയിപ്പോ എന്ത് ചെയ്യും കൊച്ചേ? എനിക്കറിയാൻ പാടില്ല ചേച്ചി. നമ്മള് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ മന്മദേട്ടനെയും കൂടി വിടാം. ഒന്ന് വന്ന് ഉപദേശിക്കാൻ പറ. അങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ. നന്നാവും, നീ വിഷമിക്കേണ്ട. സത്യശീല, എന്റെ ഭർത്താവ് ആയതുകൊണ്ട് പറയണതല്ല. ജോലിനോട് ഇത്രയും ആത്മാർത്ഥത ഉള്ളൊരു മനുഷ്യൻ വെറും ഉണ്ടാവൂല. ഇപ്പൊ തന്നെ നമ്മൾ പറയാ, മന്മദേട്ടാ ഇന്ന് പോണ്ടെന്ന് പറഞ്ഞ പുള്ളിക്ക് പുള്ളിയുടെ ജോലി കഴിഞ്ഞിട്ടുള്ളൂ, വേറെ എന്ത്. നിന്റെ ഓഫീസ് കാൻറ്റീനിൽ നല്ല ഉണ്ടമ്പര് കിട്ടുന്ന മന്മഥം പറഞ്ഞു. വരുമ്പോൾ 10 വാങ്ങിക്കണട്ടാ. ഇവളതിൽ എണ്ണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിച്ചില്ല. ഞാൻ പോവാ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ കുറെ ശിങ്കിടികൾ ഉണ്ടല്ലോ, ഈ പൊടി കേറ്റിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോ നിങ്ങളെ ഞാൻ അവരുടെ കൂടെ പുറത്താക്കും. പറഞ്ഞെല്ലാം നശിപ്പിക്കും. മോളെ, ഇനി ഒറ്റ ഒരുത്തനും ആ പടി ഇങ്ങോട്ട് കയറില്ല. അവരിങ്ങോട്ട് വരുന്നത് നിനക്ക് ഇഷ്ടമല്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാ കൊള്ളാം. പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ പോയിട്ട് വരാം. വരുമ്പോ 2 പേരും മിച്ചർ വേണ്ടോ? എന്തൊരു വിധി. നേരത്തെ പോയെന്താ? പറഞ്ഞ കാര്യം പെണ്ണുങ്ങളാരൊന്നും പറയാതിരിക്കാം. അങ്ങനെയൊക്കെ എന്റെ ശ്യാമള സമയത്ത് ഇറങ്ങിക്കോളും. എന്റെ ബുദ്ധിയൊന്നും അവനില്ലല്ലോ. ഇവിടെ തന്നെ നിറഞ്ഞങ്ങ് ഇരിക്കുവല്ലേ. വേറെ ആരും ഇല്ലല്ലോ ഇവിടെ? ആരുമില്ല. അതെ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന മണ്ട് കൊണ്ടൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങളിവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്. തന്റെ ഭാര്യ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അവളൊക്കെ കറക്റ്റ് നേരത്തിന് പറഞ്ഞൂടെ? അതിനെങ്ങനെ കാലത്തന്നെ ഉടക്കി? എന്തുടക്കും? ഒരടക്കമില്ല. എന്നാലും തന്നെ സമ്മതിക്കണം കേട്ടോ. എടാ, നിന്റെ ഭാര്യക്ക് നിന്നെ പറ്റി നല്ല മതിപ്പാണല്ലോ. എന്റെ സത്യശീല, ഭാര്യമാരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ എന്തെല്ലാം നമ്പർ കാണിക്കണമെന്ന് അറിയാമോ? ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചെടുക്കണം? എനിക്ക് അതാണ്. അത് വേറൊന്നുമില്ല. അവൾ ഓഫീസിൽ പോകാൻ ഒരുങ്ങുമ്പോ ഞാനും കൂടെ പാന്റ് ഷർട്ടൊക്കെ എടുത്തിട്ട് ഒരുങ്ങും. അവൾ ഇറങ്ങി ഒരു ബൈ പറയുമ്പോൾ ഞാൻ മെല്ലെ ഇതൊക്കെ കഴിച്ച് സെറ്റ് ചെയ്ത് നേരെ ഇറങ്ങും. ശരി, ഇപ്പൊ അവള് വരുന്നതിന് മുമ്പ് പോയി എല്ലാം സെറ്റ് ചെയ്യണം. അത് നിങ്ങളൊക്കെ ഒരു കഷ്ടകാലം. ഇവിടെ നാട്ടിലെ ജോലിയുള്ള പെണ്ണുങ്ങളെ കെട്ടരുത്. കെട്ടുകയാണെങ്കിൽ ഗൾഫിലെ ജോലിയുള്ളവരെ കെട്ടണം.
എന്റെ ഭാര്യ ഉണ്ടോ മാസം മാസം കാശ് ഇങ്ങനെ അയച്ചു തരും. ഞാൻ ഇവിടെ ഇങ്ങനെ അടിച്ച് പൊളിക്കും. അടിച്ച് പൊളിക്കാൻ അതുമല്ല ചേട്ടാ, ഒരുവിധം ജീവിക്കാൻ മാർഗം ഉണ്ടെങ്കിലേ പണിക്കൊന്നും പോകാൻ നിൽക്കരുത്, വെറുതെ അലമ്പ്. എന്നോട് പറയണേ 10-38 വയസ്സായില്ലേ വല്ല പണിക്കും പോവാൻ, എന്റെ പട്ടി പോകും. പക്ഷെ വേറൊരു കാര്യം, എനിക്ക് പണിക്ക് പോകാതിരിക്കാമല്ല. കാരണം രാവിലെ ഒരുങ്ങണം, ഒരുങ്ങൽ വേണം എനിക്ക്. എന്താ അത്? നീ ജോലി രാജിവെച്ചതിന്റെ വകയില് ഇന്നൊരു അടിപൊളി പാർട്ടി നമ്മളെല്ലാരും കൂടെ കൊണ്ടാടാൻ പോവാ. പിന്നെ എടുത്തു വെക്കാം. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, കക്കയിറച്ചി ഉണ്ട്. എന്താ ഇത്? ഇത് പോപ്പി കുട. 3 ഫോൾഡ് കുടയിലെ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയത് പോപ്പിയാ. അതൊക്കെ ചരിത്ര സത്യമല്ലേ, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മേടിച്ചു. എവിടെ നോട്ടെ? പോപ്പി കൂടാ അല്ലേ? നല്ല സാധനം. എന്നാ ഇത് ഇവിടെ ഇരിക്കട്ടെ. എടുത്തോട്ടെ, സത്യശീൽ എടുത്തോട്ടെ. ഇന്നത്തെ ഫുൾ ചെലവും സത്യശീലിന്റെ വക. എങ്ങനെ? ഇന്ന് രാജിവെച്ച ദിവസല്ലേ, അതുകൊണ്ട് അതിന്റെ ചെലവ് മുഴുവൻ നീ ചെയ്യണം. കുടയുടെ കാശൂടെ മേടിച്ചു തന്നോണം. ഇരിക്കി, നീ ഇരിക്കി. പ്രൊമോഷൻ കിട്ടുന്നത് കുഴപ്പമില്ല. അല്ല, സോഡ മേടിച്ചില്ലല്ലോ. സോഡൊക്കെ അവിടെ ഫ്രിഡ്ജിലുണ്ടെന്നേ. നീ വെപ്പോ റെഡിയാക്കി. പിന്നെ ബീഫ് ഒലത്തിയാ മതി കേട്ടോ. നിങ്ങൾ ആരും അനങ്ങണ്ട്, ഇതൊക്കെ റെഡിയാക്കി. എണ്ണ അവിടെ ബില്ല്. എണ്ണ ഉള്ളില്ലേ പണ്ടത്തരം കാണിക്കണ്ട. വല്ല അറ്റാക്കും ആണെങ്കിൽ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ നല്ല കാശ് ചെലവാകും. നമുക്ക് പോവാൻ നോക്കാം. അയ്യോ, പോവാം. അവരെവിടെ? ആ സുഗതനും മന്മഥനും. സുഗത, ഏട്ടാ വല്ല സ്വപ്നം കൊണ്ടോ? നീ എന്തവിടെ? ഞാൻ എന്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി, അത് എടുക്കാൻ വേണ്ടി വന്നതാ. എന്ത് താഴെ കിടക്കണേ? എനിക്കൊരു വേദന വന്നു. എന്ത് വേദന? നെഞ്ചുവേദന. അയ്യോ, എന്നിട്ടോ? അല്ല, ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ മാറി. വാ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. എനിക്ക് ഡോക്ടറെ അടുത്തൊന്നും പോണ്ട. ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാണ്? വന്നേ ഡോക്ടറെ കാണാൻ വാ. റെസ്റ്റ് ചെയ്താ മതി. ഏട്ടാ ചുമ്മാ കളിക്കല്ലേ, എണീറ്റേ. എന്താ ഡോക്ടറെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ കൊണ്ടാ, അതല്ല എൻ്റെ കയ്യും കൊണ്ടാ. കയ്യിന് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ. ആ കയ്യും കൊണ്ട് കൊണ്ടുവരോ. പഠിച്ചോണ്ട് ഞങ്ങൾക്ക് ജീവുണ്ടല്ലോ. അയ്യോ, അതെന്താ ഡോക്ടർ അങ്ങനെ പറയണേ? ഇത് കണ്ടങ്ങൾ കൊളസ്ട്രോൾ 420 കൊളസ്ട്രോൾ ആൾക്കാരൊന്നും ദുനിയാവിൽ ജീവിച്ചിരിക്കൂല. 420 ഉണ്ടെന്ന് വലിയ കാര്യമില്ല, അത് കുഴപ്പമാണെന്ന്. സത്യശീല തട്ടിപ്പോട്ടോ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബോഡിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ പൊണ്ണ തടിയാണ്, തടിയൊക്കെ കുറയ്ക്കണോ. ഭക്ഷണം കൺട്രോൾ ചെയ്യണ കാര്യം മാത്രം ഡോക്ടർ എന്നോട് പറയരുത്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലേ ജീവിക്കണത്. നമ്മളെന്ന് പറയരുത്, നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കണത്. സത്യശീല, ഈ കഴിക്കണ സാധനം തന്നെ എന്ത് ഡേഞ്ചറാണെന്നറിയോ? ഇതൊക്കെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കും. എന്ത് കൊഴുപ്പേ? കൊഴുപ്പാണെന്ന് അതൊക്കെ. കൊഴുപ്പ് കൂടിയിട്ടാണ് ഇങ്ങനെ ഫാറ്റ് വരുന്നത്, നമുക്ക് നിയന്ത്രിക്കണത്. ഏതായാലും ഡോക്ടറെ, ഡോക്ടർ മരുന്ന് എഴുതിക്കോളൂ, നമുക്ക് ഗുളിക കഴിക്കാം, അതാ നല്ലത്. അവിടെ മടക്കി വെച്ചോ, ഇത് വീട്ടിൽ പോയിട്ട് കഴിക്കാം. ഇപ്പൊ എത്ര തൂക്കം നമുക്ക്? ഇപ്പോ 130 കിലോ. ലാഘവല്ല ബല. 130 എന്നൊക്കെ പറഞ്ഞ കണ്ടാമൃതത്തിന്റെ തൂക്കാണ് ഒരു സത്യശീല. ഒരു ശരാശരി മനുഷ്യൻ ഇപ്പൊ എത്ര വയസ്സുണ്ട് എനിക്ക്? 40 കഴിഞ്ഞു. ഈ 40 വയസ്സുള്ള ആൾക്ക് 70 കിലോ തൂക്കേ പാടുള്ളൂ.